ഡിഗ്രീസ് ഓഫ് കമ്പാരിസണുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ചോദ്യങ്ങളാണ് നോക്കുന്നത്. അതിൽ ആദ്യത്തേത് ഐ ഫീൽ ഡാഷ് എബൌട്ട് വാട്ട് ഹാപ്പൻഡ്. ഐ ഫീൽ ഡാഷ് എബൌട്ട് വാട്ട് ഹാപ്പൻഡ്. വേർഡ്സ് ഓപ്ഷനിലുണ്ട്, വേസ്റ്റ് ഓപ്ഷനിലുണ്ട്, ബാഡ് ഓപ്ഷനിലുണ്ട്, നൺ ഓഫ് ദ എബോ ഓപ്ഷനിലുണ്ട്. ഇപ്പോൾ ഒരാളുടെ, ഒരു വ്യക്തിയുടെയോ ഒരു വസ്തുവിൻ്റെയോ സവിശേഷത പറയാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് പോസിറ്റീവ് ഡിഗ്രിയാണ്. അല്ലെങ്കിൽ നമ്മൾ ഓർക്കുക, ഡാഷ് കഴിഞ്ഞിട്ട് അസ് വരുന്ന സെൻറ്റൻസുകളിൽ ഡാഷ് കഴിഞ്ഞിട്ട് അസ് വന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് ഡിഗ്രി, ഡാഷ് കഴിഞ്ഞിട്ട് ദാൻ വന്നു കഴിഞ്ഞാൽ കമ്പാറ്റീവ് ഡിഗ്രി, ഡാഷിന് മുന്നിലായിട്ട് ദ വന്നു കഴിഞ്ഞാൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് ഉദാഹരണങ്ങളാണ്. എന്നാൽ ഡാഷ് കഴിഞ്ഞിട്ട് അസോ ദാനോ ഡാഷിന് മുന്നിൽ ദായോ വന്നില്ല എങ്കിൽ നമുക്കവിടെ പോസിറ്റീവ് ഡിഗ്രി ഉത്തരമായിട്ട് എഴുതാം. അങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇവിടെ ഏതായിരിക്കും പോസിറ്റീവ് ഡിഗ്രിക്ക് ഉദാഹരണം? ബാഡാണ് പോസിറ്റീവ് ഡിഗ്രിക്ക് ഉദാഹരണം. അതുകൊണ്ട് ഉത്തരം ബാഡാണ്. രണ്ടാമത്തെ ചോദ്യം, സുമ ഈസ് ഡാഷ് ദാൻ രമ. സുമ ഈസ് ഡാഷ് ദാൻ രമ. നമ്മൾ പറഞ്ഞു വെച്ചിട്ട് ഡാഷ് കഴിഞ്ഞിട്ട് ദാനാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഏത് ഡിഗ്രി ആയിരിക്കും? കമ്പാരിറ്റീവ് ഡിഗ്രി ഉത്തരമായിട്ട് വരുന്നു. അതുകൊണ്ട് കമ്പാരിറ്റീവ് ഡിഗ്രികൾ എന്ന് പറയുമ്പോൾ അഡ്ജക്റ്റീവുകൾ ERൽ അവസാനിപ്പിക്കുകയോ അല്ല എങ്കിൽ മോറിൽ തുടങ്ങുകയോ ചെയ്യുന്ന വാക്കുകളെല്ലാം കമ്പാരിറ്റീവ് ഡിഗ്രി ആണെന്ന് നമുക്ക് പറയാം. ഇവിടെ ERൽ അവസാനിക്കുന്ന വാക്ക് ഏതാണ്? ടോൾ ഓപ്ഷനിലുണ്ട്, ടോളർ ഓപ്ഷനിലുണ്ട്, ടോളസ്റ്റ് ഓപ്ഷനിലുണ്ട്, നൺ ഓഫ് ദ എബോ. അപ്പോൾ നമുക്ക് ഏത് ഉത്തരം? ടോളർ അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത മൂന്നാമത്തെ ചോദ്യമാണ്, എലിഫൻ്റ് ഈസ് ദ ഡാഷ് ആനിമൽ ഓൺ ദി ലാൻഡ്. എലിഫൻ്റ് ഈസ് ദ ഡാഷ് ആനിമൽ ഓൺ ലാൻഡ്. ബിഗ്ഗസ്റ്റ് ഓപ്ഷനിലുണ്ട്, ബിഗ്ഗർ ഓപ്ഷനിലുണ്ട്, ബിഗ് ഓപ്ഷനിലുണ്ട്, നൺ ഓഫ് ദീസ് ഓപ്ഷനിൽ ഉണ്ട്. അപ്പോൾ നോക്കുക, ദാ കഴിഞ്ഞിട്ടാണ് ഡാഷ് കിടക്കുന്നത്. ദാ കഴിഞ്ഞിട്ടാണ് ഡാഷ് വരുന്നതെങ്കിൽ ഏതായിരിക്കും ഡിഗ്രി? സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ഉത്തരമായിട്ട് വരുന്നത്. അതുകൊണ്ട് ESTയിൽ അവസാനിക്കുന്നതോ മോസ്റ്റിൽ തുടങ്ങുന്നതുമായിട്ടുള്ള വാക്കുകളെല്ലാം നമുക്ക് സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയാം. ഇതിൽ ഏതാണ് ESTയിൽ അവസാനിച്ചിരിക്കുന്നത്? ബിഗ്ഗസ്റ്റ് ആണ് ESTയിൽ അവസാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബിഗ്ഗസ്റ്റ് ഉത്തരമായി വരുന്നു. അടുത്ത ചോദ്യമാണ്, അജിത്ത് ഈസ് ഡാഷ് ദാൻ. അജിത്ത് ഈസ് ഡാഷ് ദാൻ സ്ട്രോങ്. അജിത്ത് ഈസ് ഡാഷ് ദാൻ സ്ട്രോങ്. ഫീൽഡ് അസിസ്റ്റൻറ്റിൽ 2017 ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. വൈസർ ഓപ്ഷനിലുണ്ട്, മോർ വൈസ് ഓപ്ഷനിലുണ്ട്, വൈസസ്റ്റ് ഓപ്ഷനിലുണ്ട്, മോസ്റ്റ് വൈസർ ഓപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ദാൻ വരുന്നത് കൊണ്ട് ഉത്തരം ഏതായിരിക്കണം? കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. വൈസ് എന്ന് പറയുന്ന വാക്കിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി വൈസറും വൈസസ്റ്റുമാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. എന്നാൽ ഒരു വ്യക്തിയുടെ രണ്ട് ക്വാളിറ്റി ഒരേ സമയം പറഞ്ഞു കഴിഞ്ഞാൽ, കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ പറഞ്ഞാൽ, ഒരു വ്യക്തിയുടെ രണ്ട് ക്വാളിറ്റി കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ പറഞ്ഞാൽ നമ്മളവിടെ വൈസറിന് പകരം മോർ ചേർത്ത് പോസിറ്റീവ് ഡിഗ്രി എഴുതണം. മോർ വൈസ് ഉത്തരമായിട്ട് എഴുതണം. അപ്പോൾ അവിടെ എന്ത് ചേർത്ത് പറയണം? മോർ ചേർത്ത കമ്പാരിറ്റീവ് ഡിഗ്രി പറയണം. അപ്പോൾ വൈസ് എന്ന് പറയുന്നതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി വൈസറും വൈസസ്റ്റും ആണ്. എന്നാൽ ഒരു വ്യക്തിയുടെ രണ്ട് ക്വാളിറ്റി ഒരേ സമയം പറയുന്ന രീതിയിലാണ് കമ്പാരിറ്റീവ് ഡിഗ്രി വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് വൈസർ പറയാൻ പാടില്ല? വൈസർ എന്ന രീതിയിലെ കമ്പാരിറ്റീവ് ഡിഗ്രി പറയരുത്, മോർ ചേർത്ത് വൈസ് പറയണം. അപ്പം മോർ വൈസാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. നല്ലൊരു ചോദ്യമായിരുന്നു. അടുത്ത ചോദ്യം, കിഷോർ ഈസ് ഡാഷ് മെമ്പർ ഓഫ് ദ ഫാമിലി. കിഷോർ ഈസ് ഡാഷ് മെമ്പർ ഓഫ് ദ ഫാമിലി. ദ എൽഡസ്റ്റ് ഓപ്ഷനിലുണ്ട്, ദ ഓൾഡർ ഓപ്ഷനിലുണ്ട്, അതുപോലെ ദ ഓൾഡസ്റ്റ് ഓപ്ഷനിലുണ്ട്, ദ എൽഡർ ഓപ്ഷനിലുണ്ട്. അപ്പോൾ എൽഡറിൻ്റെയും ഓൾഡറിൻ്റെയും ക്ലാസിഫിക്കേഷനാണ്. ഈ എൽഡറിൻ്റെ ക്ലാസിഫിക്കേഷൻ ബ്ലഡ് റിലേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് സെൻറ്റൻസിൽ പറയുന്നതെങ്കിൽ നമുക്ക് എൽഡറിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉപയോഗിക്കാം. ബ്ലഡ് റിലേഷനുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞാൽ എൽഡറിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉപയോഗിക്കാം. അതർ റിലേഷൻ, മറ്റെന്തെങ്കിലും റിലേഷനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ, ബ്ലഡ് റിലേഷൻ അല്ലാതെ ഒരു റിലേഷനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമുക്ക് ഓൾഡറിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉപയോഗിക്കാം. അപ്പോൾ നോക്ക്, ഇവിടെ ESTയിൽ അവസാനിക്കുന്ന വാക്കുകളാണ് ഉത്തരമായിട്ട് വന്നിരിക്കുന്നതും ERൽ അവസാനിക്കുന്ന വാക്ക്. അതായത് എന്ത് ചെയ്യും? കമ്പാരിറ്റീവ് ഡിഗ്രിയും ഓപ്ഷനിൽ വന്നിട്ടുണ്ട്, സൂപ്പർലേറ്റീവ് ഡിഗ്രിയും വന്നിട്ടുണ്ട്. ഫാമിലി എന്ന് കിടക്കുന്നതുകൊണ്ട് എന്തായാലും നമുക്ക് മനസ്സിലാവും എന്ത് ചെയ്യും? ഫാമിലി റിലേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഏതിൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് മതി?
എൽഡറിൻ്റെ ക്ലാസിഫിക്കേഷൻ മതി. അപ്പോൾ എൽഡർ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രി, അതേപോലെ എൽഡസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രി. അപ്പോൾ നമുക്ക് ഇതിൽ ഏത് ഉത്തരം കണ്ടെത്താം? നോക്കിയോ, സൂപ്പർലേറ്റീവ് കമ്പാരിറ്റീവ് ഡിഗ്രിക്ക് മുന്നിൽ എന്ത് ചേർക്കാൻ പാടില്ല? ദാ ചേർക്കാൻ പാടില്ല നോർമൽ കണ്ടീഷനിൽ. എന്നാൽ കമ്പാരിറ്റീവ് ഡിഗ്രിക്ക് സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുന്നിൽ ദാ ചേർത്ത് പറയാം. അതുകൊണ്ട് ഇവിടെ ഉത്തരം ദ എൽഡസ്റ്റ് എന്നത് ഉത്തരമായിട്ട് വരുന്നു. എൽഡർ വരില്ല, കാരണം കമ്പാരിറ്റീവ് ഡിഗ്രിക്ക് മുന്നിൽ ദാ ചേർത്ത് പറയാൻ പാടില്ല. ഏത് സെൻറ്റൻസിൻ്റെ നടുക്ക് ഭാഗങ്ങളിലൊന്നും, ഫില്ലിങ് ദ ബ്ലാങ്ക്സിലൊന്നും. അല്ലാണ്ട് ചേർക്കുന്ന കണ്ടീഷനുണ്ട്. അതേപോലെ ഓൾഡർ ഇവിടെ വരില്ല, കാരണം ഫാമിലി റിലേഷൻ ആയതുകൊണ്ട് ഓൾഡറിൻ്റെ ക്ലാസിഫിക്കേഷൻ വരില്ല. അടുത്ത ചോദ്യം, ഹീ ഈസ് ദ ഡാഷ് മെമ്പർ ഓഫ് ദ ക്ലബ്ബ്. ഹീ ഈസ് ദ ഡാഷ് മെമ്പർ ഓഫ് ദ ക്ലബ്ബ്. എൽഡസ്റ്റ് ഓപ്ഷനിലുണ്ട്, ഓൾഡ് ഓപ്ഷനിലുണ്ട്, ഓൾഡസ്റ്റ് ഓപ്ഷനിലുണ്ട്, എൽഡർ ഓപ്ഷനിലുണ്ട്. നോക്ക്, ക്ലബിലുള്ള മെമ്പറിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ബ്ലഡ് റിലേഷനാണോ? ബ്ലഡ് റിലേഷൻ അല്ലാത്തത് കൊണ്ട് നമുക്ക് ഓൾഡറിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉപയോഗിക്കണം. ദായ അവിടെ തന്നിട്ടുണ്ട്, അപ്പോൾ ദായോടൊപ്പം എന്ത് ചേർക്കുക? ESTയിൽ അവസാനിക്കുന്ന വാക്ക്. അപ്പോൾ ഓൾഡസ്റ്റ് ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓൾഡസ്റ്റ് ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യമാണ്, ദേവ് ഈസ് ഡാഷ് ദാൻ റാണി. അവിടെ നോക്ക്, ഡാഷ് കഴിഞ്ഞിട്ട് ദാനാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതുത്തരം വരണം? ഏതുത്തരം? കമ്പാരിറ്റീവ് ഡിഗ്രിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. കമ്പാരിറ്റീവ് ഡിഗ്രി ആയതുകൊണ്ട് കമ്പയറിങ് അല്ലെങ്കിൽ കമ്പാരിറ്റീവ് ഫോമാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഓൾഡ് ഓപ്ഷനിലുണ്ട്, അതേപോലെ മോർ ഓൾഡ് ഓപ്ഷനിലുണ്ട്, എൽഡർ ഓപ്ഷനിലുണ്ട്, ഓൾഡർ ഓപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് വ്യക്തികളായതുകൊണ്ട് തന്നെ നമുക്ക് അതർ റിലേഷൻ ആയതുകൊണ്ട് ദാൻ വരുന്നത് കൊണ്ട് നമുക്ക് ഏത് ചേർക്കാം? ഓൾഡർ അവിടെ നമുക്ക് ഉത്തരമായിട്ട് ചേർക്കാം. കാരണം ബ്ലഡ് റിലേഷൻ ഇല്ല, അതുകൊണ്ട് എൽഡർ ചേർക്കില്ല, ഓൾഡർ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം, പിക്ക് ഔട്ട് ദ കറക്റ്റ് സെൻറ്റൻസ്. താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ഏതാണെന്നാണ് ചോദ്യം. ഐ ആം സുപ്പീരിയർ ദാൻ ഹിം, ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തത് ഐ ആം സുപ്പീരിയർ ദാൻ ഹി, രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തത് ഐ ആം സുപ്പീരിയർ ടു ഹിം. നാലാമത്തത് ഐ ആം മോർ സുപ്പീരിയർ ടു ഹിം. അപ്പം സുപ്പീരിയർ അതാണ് നമ്മളുടെ കീവേഡ്. അപ്പോൾ നമുക്ക് ഓർത്തോണം, എൽഡർ, ജൂനിയർ, സീനിയർ, ഇൻഫീരിയർ, സുപ്പീരിയർ. എൽഡർ, ജൂനിയർ, സീനിയർ, ഇൻഫീരിയർ, സുപ്പീരിയർ, ആൻറ്റീരിയർ, പോസ്റ്റീരിയർ, ഇത്തരത്തിലുള്ള വാക്കുകൾ. അതുപോലെ പ്രിഫർ, എൽഡർ, പ്രിഫർ, ജൂനിയർ, സീനിയർ, ഇൻഫീരിയർ, സുപ്പീരിയർ, ആൻറ്റീരിയർ, പോസ്റ്റീരിയർ. ഈ വാക്കുകൾ ഇത്രയും ദാനിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ്. ഈ വാക്കുകൾ ഇത്രയും എന്തിനു പകരം ഉപയോഗിക്കുന്നു? ദാനിന് പകരം ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത്തരം വാക്കുകൾ വരുന്ന സെൻസിൽ എന്ത് വേണ്ട? ദാൻ വേണ്ട. ഇനി ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് ടു ചേർത്ത് പറയണം. ഈ വാക്കുകൾ കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയണം? ടു ചേർത്ത് പറയണം. നോക്ക്, നമുക്ക് തന്നെ സുപ്പീരിയർ കഴിഞ്ഞിട്ട് എന്ത് വേണ്ട? ദാൻ വന്നിരിക്കുന്നു. സുപ്പീരിയർ ദാനിന് പകരമാണ്, അതുകൊണ്ട് ആ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. രണ്ടാമത്തും സുപ്പീരിയർ കഴിഞ്ഞിട്ട് ദാനാണ് കിടക്കുന്നത്, അതും വേണ്ട. മോർ സുപ്പീരിയർ പറയണ്ട, മോർ എന്ന് പറയുന്ന കമ്പാരിറ്റീവ് ഡിഗ്രി, സുപ്പീരിയറും കമ്പാരിറ്റീവ് ഡിഗ്രി ചേർക്കണ്ട. അത് കഴിഞ്ഞിട്ട് നോക്ക്, അതേപോലെ എന്ത് ചെയ്യും? ലാസ്റ്റത്തെ ഓപ്ഷനിലാണ് മോർ സുപ്പീരിയർ കിടക്കുന്നത്. എന്നാൽ മൂന്നാമത്തെ ഓപ്ഷനിലാണെങ്കിലോ ഐ ആം സുപ്പീരിയർ ടു ഹിം, സുപ്പീരിയർ കഴിഞ്ഞിട്ട് ടു വന്നിട്ടുണ്ട്, വേറെ തെറ്റുകളൊന്നും ഇല്ല. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ശ്രീകുട്ടി ഈസ് ഡാഷ് ഓഫ് ദ ടു ഗേൾസ് ഇൻ അവർ ക്ലാസ്. ശ്രീകുട്ടി ഈസ് ഡാഷ് ഓഫ് ദ ടു ഗേൾസ് ഇൻ അവർ ക്ലാസ്. അപ്പോൾ നോക്കുക, ഓഫ് ദ ടു എന്ന വാക്ക് വരുന്ന സെൻറ്റൻസിൽ, ഓഫ് ദ ടു എന്ന വാക്ക് വരുന്ന സെൻറ്റൻസിൽ, ഓഫ് ദ ടു എന്ന വാക്ക് വരുന്ന സെൻറ്റൻസുകളിൽ ദ പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രി ഉത്തരമായി വരുന്നു. ഓർമ്മയിലിരിക്കുക, ഓഫ് ദ ടു എന്ന വാക്ക് വരുന്ന സെൻറ്റൻസുകളിൽ ദ പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രി ഉത്തരമായി വരുന്നു. ദ സ്മാർട്ടർ ഓപ്ഷനിലുണ്ട്, ദ സ്മാർട്ടസ്റ്റ് ഓപ്ഷനിലുണ്ട്, ദ മോർ സ്മാർട്ടർ ഓപ്ഷനിലുണ്ട്, ദ മോസ്റ്റ് സ്മാർട്ടർ ഓപ്ഷനിലുണ്ട്. സ്മാർട്ടർ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്, അതിൻ്റെ മുന്നിൽ മോർ വേണ്ട, അപ്പം സി ഓപ്ഷൻ തെറ്റാണ്. സ്മാർട്ടസ്റ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്, അതിൻ്റെ മുന്നിൽ മോസ്റ്റ് വേണ്ട, അപ്പം ഡി ഓപ്ഷൻ തെറ്റാണ്. സ്മാർട്ടസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്, ദാ ചേർത്ത് പറഞ്ഞിരിക്കുന്നു. അവിടെ ഓപ്ഷൻ ശരിയാണ്, എന്ത് ചെയ്യുന്നുണ്ട്? ഓപ്ഷൻ ബേസ് ശരിയാണ്, പക്ഷേ നമ്മൾ ചോദ്യവുമായിട്ട് ബന്ധപ്പെടുമ്പം തെറ്റാണ്. കാരണം എന്താണ്? ഓഫ് ദ ടു വന്നിരിക്കുന്നുണ്ട്. ദ പ്ലസ് ERൽ അവസാനിക്കുന്ന വാക്കോ ദ പ്ലസ് മോറിൽ തുടങ്ങുന്ന വാക്കോ ഉത്തരമായി വരുന്നു. ഇങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ആയിരുന്നു ഉത്തരമായിട്ട് വരുന്നത്, ദ സ്മാർട്ടർ അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം, ദ ഗ്രേറ്റർ ദ ഡിമാൻഡ് ഡാഷ് ദ പ്രൈസ്.
ദ ഹയർ ഓപ്ഷനിലുണ്ട്, ദ ഹൈ ഓപ്ഷനിലുണ്ട്, ഹയർ എന്ന് മാത്രം ഓപ്ഷനിലുണ്ട്, ഹൈ ഓപ്ഷനിലുണ്ട്. നോക്കിക്കോണം, തന്നിരിക്കുന്ന സെൻറ്റൻസ് ദ പ്ലസ് കമ്പാരറ്റീവ് ഡിഗ്രിയിലാണ് തുടങ്ങിയിരിക്കുന്നതെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം? ദ പ്ലസ് ഇ ആറിൽ അവസാനിക്കുന്ന വാക്കിലോ ദ പ്ലസ് മോറിൽ തുടങ്ങുന്ന വാക്കിലോ ആണ് ഒരു സെൻറ്റൻസ് തുടങ്ങിയിരിക്കുന്നതെങ്കിൽ അതിൻ്റെ മറുഭാഗത്തും ദ പ്ലസ് കമ്പാരറ്റീവ് ഡിഗ്രി ഉത്തരമായി എഴുതിയിരിക്കണം. അതാണ് റൂള്. ഇപ്പോൾ കമ്പാരറ്റീവ് ഡിഗ്രിയുടെ മുന്നിൽ ദ ചേർക്കുന്ന 2 കണ്ടീഷനാണ്. അതിൽ ഒന്നാമത്തത് ഓഫ് ദ ടു വരുന്ന സെൻറ്റൻസുകളിൽ ദ പ്ലസ് കമ്പാരറ്റീവ് ഡിഗ്രി, രണ്ടാമത്തത് ദ പ്ലസ് കമ്പാരറ്റീവ് ഡിഗ്രി തുടങ്ങുന്ന സെൻറ്റൻസുകളിൽ മറുഭാഗത്തും ദ പ്ലസ് കമ്പാരറ്റീവ് ഡിഗ്രി ഉത്തരം. നമുക്ക് ദ ഗ്രേറ്റർ എന്ന് പറയുന്ന കമ്പാരറ്റീവ് ഡിഗ്രിയെ സൂചിപ്പിക്കുന്നു, ദ ചേർത്ത് ഗ്രേറ്റർ വന്നിരിക്കുന്നു. മറുഭാഗത്തും ദ പ്ലസ് കമ്പാരറ്റീവ് ഡിഗ്രി. ഇ ആറിൽ അവസാനിക്കുന്ന വാക്ക് ഏതാണ്? ഹയർ. അതിന് മുന്നിൽ ദ ചേർന്ന ഒരേ ഓപ്ഷനേ ഉള്ളൂ, ദ ഹയർ ആണ് ഓപ്ഷൻ. ബാക്കിയുള്ള ഓപ്ഷനും തെറ്റാണ്. അടുത്ത ചോദ്യം, കേരള ഈസ് ദ മോസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. കേരള ഈസ് ദ മോസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? പോസിറ്റീവ് ഡിഗ്രി ഈസ് ഡാഷ്. അതാണ് ചോദ്യം. ഇതിൻ്റെ പോസിറ്റീവ് ഡിഗ്രി ഏതാണ്? ഫ്യൂ അതർ സ്റ്റേറ്റ്സ് ആർ ആസ് ലിറ്ററേറ്റ് ആസ് കേരള. ഒന്നാമത്തെ ഓപ്ഷൻ. മോസ്റ്റ് സ്റ്റേറ്റ്സ് ആർ ലിറ്ററേറ്റ്. മോസ്റ്റ് സ്റ്റേറ്റ്സ് ആർ ആസ് ലിറ്ററേറ്റ് ആസ് കേരള. മൂന്നാമത്തെ ഓപ്ഷൻ. നോ അതർ സ്റ്റേറ്റ്സ് ഇൻ കേരള ഇൻ ഇന്ത്യ. നോ അതർ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ആസ് ലിറ്ററേറ്റ് ആസ് കേരള. നാലാമത്തെ ഓപ്ഷൻ. മോസ്റ്റ് സ്റ്റേറ്റ്സ് ആർ മോർ ലിറ്ററേറ്റ് ദാൻ കേരള. അപ്പോൾ നോക്ക്, പോസിറ്റീവ് ഡിഗ്രിയിലോട്ട് മാറ്റുമ്പം സെൻറ്റൻസുകൾ എന്തിലോട്ട് മാറണം? നോ അതറിൽ തുടങ്ങണം. നോ അതർ വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഏതാണ്? ഓപ്ഷൻ സി. നോ അതർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഈസ് ആസ് ലിറ്ററേറ്റ് ആസ് കേരള. അതാണ് ഉത്തരമായിട്ട് വരുന്നത്.